എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബിന്ദി മസാലയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. ഇത് ചപ്പാത്തിക്കും ചോറിനും നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട് കിട്ടും. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിൽ കിട്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. 500 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരു വെണ്ടയ്ക്കായെ 2 അല്ല 3 ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പുഴുക്കളോ വല്ലതും കാണുകയാണെങ്കിൽ അത് നിങ്ങൾ കളയണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, 5 പച്ചമുളക് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. കുട്ടികളുള്ളവരാണെങ്കിൽ അവർ നീളത്തിൽ കട്ട് ചെയ്താൽ മതി. 2 പഴുത്ത തക്കാളി മിക്സിയുടെ ജാറിലൊന്ന് പ്യൂരിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി കറി തയ്യാറാക്കാനായിട്ട് കുഴിയുള്ള ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത് ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു വഴുവഴുപ്പ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് 2 കട്ടായിട്ടാണ് ഞാൻ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 5 മിനിറ്റിന് ശേഷം നിങ്ങളൊരു വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയെടുക്കണം. ഒത്തിരി ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്, ജസ്റ്റ് ഒന്ന് വഴുവഴുപ്പ് മാറാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ ഇട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അടുത്തതും കൂടി ഞാൻ ഇതേപോലെ തന്നെ ചെയ്യുവാണ്. രണ്ടാമത്തെ ട്രിപ്പും വെണ്ടയ്ക്ക അതാ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത് അതേ പാനിൽ തന്നെയാണ് ഞാൻ ഇനിയും കറി വെക്കാൻ പോകുന്നത്. ഈ കടായിലോട്ട് 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം നന്നായിട്ടൊന്ന് പൊട്ടണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിയോ നിങ്ങൾക്ക് പേസ്റ്റ് ആക്കിയോ ചേർക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സവോള ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ പോവാണ്. വെണ്ടയ്ക്കായിൽ ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ നന്നായിട്ട് കൂട്ടി മിക്സ് ചെയ്യുക. ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാനും ഉപ്പ് ചേർത്തോടി നമുക്ക് സഹായിക്കും. സവോള വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ചേർക്കാൻ പോവാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മഞ്ഞളിൻ്റെ ആ കുത്തലൊക്കെ ഒന്ന് പോകണം. ചെറുതീയിലിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നെ ചേർക്കാൻ പോകുന്നത് 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. എൻ്റെ കാശ്മീരി മുളക് പൊടിക്ക് അത്ര നല്ല കളറല്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ നല്ല കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും. അപ്പം നമ്മുടെ ഇട്ടിരിക്കുന്ന പൊടിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂണോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ടൊമാറ്റോ പൂരിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. മിക്സിയുടെ ജാറിൽ പഴുത്ത തക്കാളിക്ക വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ അടിച്ചെടുത്തതാണിത്. ടൊമാറ്റോ പൂരി ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. ഇനി തൈര് ചേർക്കാൻ പോവുകയാണ്. പഴുത്ത തക്കാളി ചേർത്തത് കൊണ്ട് പുളിയുള്ള തൈര് ചേർക്കുകയാണെങ്കിൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇനി തൈര് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം 2 മിനിറ്റ് അടച്ചു വെക്കുക. ഇപ്പോഴത്തേ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു, കറക്റ്റായിട്ട് ഉപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കുവാണ്. വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. മസാലയൊക്കെ വെണ്ടയ്ക്കയിൽ നന്നായിട്ട് യോജിക്കണം. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയും ചെയ്യണം. അപ്പോൾ 2 മിനിറ്റ് ശേഷം ഞാൻ മൂടി തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാനുള്ള ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർക്കണം. അതിന് ശേഷം കസ്തൂരി മേത്തി എന്ന് പറഞ്ഞത് ഒരു 1/4 ടീസ്പൂണോളം ചേർക്കണം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആയാൽ നമ്മുടെ കറി റെഡിയാകും. ഇത് ചപ്പാത്തിക്കും ചോറിനും നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി നല്ല കളറുള്ളത് ചേർക്കുവാണെങ്കിൽ നല്ല കളർ കിട്ടും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നോർത്ത് ഇന്ത്യൻ വിഭവമാണ് ബിന്ദി മസാല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്.
നല്ല അടിപൊളി റെസിപ്പിയാണിത്. ചപ്പാത്തിക്കും ചോറിനും കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.